ക്യാപ്റ്റൻ മരിച്ചു. ഞാൻ അറിഞ്ഞു. അല്ല, ഇതാര്? സൈമനോ? അസ്സലാമലൈക്കും. സ്ഥലമുണ്ടോ കുഞ്ഞാലേ? അല്ല, കല്യാണമൊക്കെ കഴിഞ്ഞോ? കല്യാണമായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ നിങ്ങളെ വയറ്റിൽ അങ്ങനെ ഒരു ചെറു കല്യാണം. അല്ല, എപ്പോ ഇവിടെ എത്തി? ഇപ്പൊ ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഈ പോർട്ട് കിടക്കുന്ന നമ്മൾ അറിഞ്ഞില്ല. പിന്നെ പടക്കേക്കര കിടക്കുന്ന സൂസൻ എങ്ങനെ അറിഞ്ഞു? നമ്മള് മണത്തറിഞ്ഞു. മണക്കും കുറെ ദിവസത്തേക്കാ മണമ്പെടുത്തും കൂടും. ഞങ്ങൾ ഒരേ സ്കൂളിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. നമ്മൾ തോച്ച് ഇങ്ങോട്ട് പോന്ന്, സൈമൻ ജയിച്ച് അങ്ങോട്ട് പോയി. അങ്ങനെയാണ്. ആ, കുഞ്ഞാലി വീട്ടിലോട്ട് വാ. അപ്പൊ ഞങ്ങൾ പോട്ടെ കുഞ്ഞാലിക്ക, പിന്നെ കാണാം. ഇതെന്തോ ഒലക്കേമിൽ പോക്കാണപ്പ നിൽക്കി. പിന്നെ ഇനി സൈമണെന്നൊന്നും കയറി വിളിക്കരുത്. ഓൻ ആരായാലും ഞമ്മക്ക് സൈമന. അതിനെ ഈ പ്രാവശ്യം പോണേനിടക്കെ ഞമ്മക്ക് ഈ കെട്ട അങ്ങോട്ട് നടത്തി കാണും. ആ, നടത്തിക്കളെ. ആ, അപ്പൊ ഞങ്ങൾ വരട്ടെ. അവിടെ കട്ടെ 2 പ്യൂർ ആപ്പിൾ ജ്യൂസ് എടുക്ക്. കണ്ടേ കണ്ട, നമ്മൾ ഒരുമിച്ച് പഠിച്ചതാ. നമ്മൾ കൂട്ടുകാരനാ, പൈലറ്റാണ്. എന്തൊക്കെ നമ്മളിങ്ങനെ ആയിപ്പോയി. അതൊരു വിദ്യയാണ്. ഞാൻ ഇച്ചാനോട് പിണക്കോ? നിന്റെ പിണക്കം തീർക്കാനുള്ള സാധനമൊക്കെ ഇതിലുണ്ട്. എനിക്കൊന്നും കാണണ്ട. ഇച്ചാൻ കഴിഞ്ഞ ആഴ്ച വരാമെന്നല്ലേ എന്നോട് പറഞ്ഞത്. കപ്പലിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി ജൂലി. ആ, അതിരിക്കട്ടെ. നീ എന്താ പിന്നെ പോർട്ടിൽ വരാഞ്ഞത്? വരേണ്ടവർ വന്നെന്നറിഞ്ഞു. സൂസനെ പറ്റിയാണോ? ഇച്ചാൻ വരുന്നത് സൂസൻ എങ്ങനെ അറിഞ്ഞു? അവൾ അന്വേഷിച്ചറിഞ്ഞിരിക്കും. ഇച്ചായന് സൂസൻ മതിയല്ലോ. ആ, നീ തന്നെയല്ലേ അവളെ കെട്ടണമെന്ന് എന്നോട് പറഞ്ഞത്? കെട്ടണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു. നാളെ വേറെ പെണ്ണ് നോക്കാം. ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഇച്ചായ, സൂസൻ പാവമാ. ആ, അങ്ങനെ വഴിക്കുവാ. ഡാഡി എന്താ താമസിച്ചത്? ഇന്നും ട്രെയിൻ ലേറ്റ് ആയിരിക്കും. എഞ്ചിൻ മുമ്പിലാണെന്ന് വെച്ച് തീവണ്ടി മുഴുവൻ കൊണ്ടെത്തിക്കാതെ ഡ്രൈവർക്ക് ഇറങ്ങി പോരാനൊക്കും. അത് ഡാഡി പറഞ്ഞത് ശരിയാ. പിന്നെ സൈമന്റെ ഷിപ്പ് വന്നു. സൈമന് പ്രൊമോഷൻ കിട്ടി, ഇപ്പൊ ക്യാപ്റ്റനാ. സൈമൺ? സൈമൺ ആരാണ്? ഇതെന്താ ഇങ്ങനെ? സൂസൻ എന്തിന് പോർട്ടിൽ പോയി? ഇത് നല്ല ചോദ്യം. ടെൽ മീ ഫ്രാങ്ക്ലി, തുറന്നു പറ. സൈമൻ അവളുടെ ബോയ് ഫ്രണ്ട് അല്ലേ? എന്തിനെന്ന്? അത് നല്ല ചോദ്യം. അവൻ പോയിട്ട് കുറെ കാലമായില്ലേ? വന്നെന്നറിഞ്ഞപ്പോ അവളൊന്ന് പോയി, അത്ര തന്നെ. ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇടി, ഇങ്ങോട്ട് മാറി നിൽക്ക്. പ്രായമായ പെണ്ണ, അവളെ തല്ലരുത്. യു ഗോ ഇൻസൈഡ്. അകത്ത് പോകാൻ. എടി, നീ സൈമനെ കാണാൻ പോർട്ടിൽ പോയോ? പോയി. കൂടെ ആരുണ്ടായിരുന്നു? ഞാൻ ഒറ്റയ്ക്ക് പോയി. എന്നിട്ട് വെറും കൈവായി പോന്നു അല്ലേ? പിന്നല്ലാതെ. വിവരം കേട്ടവളെ, ഈ ഡാഡിക്ക് ഒരു കുപ്പി സ്കോച്ച് വിസ്കിയെങ്കിലും കൊണ്ടുവരണ്ടായിരുന്നു. പേടിപ്പിച്ചു കളഞ്ഞല്ലോ. മോളെ സൂസൻ, നീ പിടിച്ച പിടിയാൽ അവനെ കൂടെ ഇങ്ങ് കൊണ്ടുവരാഞ്ഞെന്താ? അവൻ വരും, എന്തോ തിരക്കായിരിക്കും. എന്റെ മോള് ഭാഗ്യമുള്ളവാടി. ഷീസ് റിയലി ലക്കി. അതെന്റെ ഭാഗ്യോ? അതെങ്ങനെയാ? അവൻ നിന്നെയാണോ കെട്ടാൻ പോകുന്നത്? വേണ്ടാതീനം പറഞ്ഞാലുണ്ടല്ലോ. ഓ, അതിനിടയ്ക്ക് പണങ്ങിയോ? മൈ ഡിയർ തെരേസ, കം ഓൺ. ക്യാപ്റ്റൻ മരിച്ചത് ഹൃദ്രോഗം മൂലമാണെന്നാണോ സൈമൻ പറയുന്നത്? അസഹ്യമായ നെഞ്ചുവേദനയോടെ എന്റെ മടിയിൽ കിടന്ന് അദ്ദേഹം പിടഞ്ഞു മരിക്കുന്നത് ഇവരെല്ലാം കണ്ടതാണ്. കള്ളം, പച്ചക്കള്ളം. സൈമൺ കരുതിക്കുട്ടി ക്യാപ്റ്റനെ കൊന്നതാണ്. മരണകാരണം വ്യക്തമായി അറിയാനാണ് ശവം പോസ്റ്റ്മോർട്ടത്തിൽ അയച്ചത്. ചാവാൻ നേരത്തെ ഈ സൈമൺ സാറിനെ വിളിച്ച് ഏതാണ്ട് കുശുകുശിക്കുന്നത് ഞാൻ കണ്ടതാ. അത് തന്നെ വ്യക്തമായ തെളിവല്ലേ? കൊല്ലപ്പെട്ടയാൾ കൊലയാളിയോട് സ്വകാര്യം പറയുമോ? ആന്റപ്പൻ കപ്പലിൽ കുക്കാണ്. ക്യാപ്റ്റന്റെ മുറിയിൽ കുക്ക് എന്തിനു വന്നു? കർത്താവ്, ഇത് എന്തൊരു ചോദ്യമാ?
ക്യാപ്റ്റൻ സാറ് എന്നെ കുക്കായിട്ടല്ല കരുതിയിരിക്കുന്ന. ആൻഡപ്പൻ നീ കപ്പലിൽ പോകണ്ട, ഇവിടെ വന്നാ മതി. ഭർത്താവ് എനിക്ക് എവിടെ ആയാലും എന്താ ഒരിച്ചാൻ വയറ് കഴിയണം, അല്ലാതെ എന്താ? ക്യാപ്റ്റൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഷിപ്പിന്റെ ചുമതല സെക്കൻഡ് ഓഫീസർക്കാണ്. എഞ്ചിൻ മുറിയുടെ താക്കോലും മറ്റു റെക്കോർഡ്സും അദ്ദേഹം എന്നെയാണ് ഏൽപ്പിച്ചത്. അത് കീഴ്നടപ്പിന് വിരുദ്ധമാണ്. എനിക്കറിയേണ്ടത് ലണ്ടനിൽ നിന്ന് ക്യാപ്റ്റനെ ഏൽപ്പിച്ച വിട്ട സ്വർണ്ണക്കട്ടികൾ എവിടെയെന്നാണ്. അതറിയാനാണ് ഞാൻ കപ്പലിൽ ബഹളം കൂട്ടിയത്. അതിന് ഇവൻ എന്നെ ചങ്ങല കിട്ടും. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ ഞാൻ ക്ഷമിക്കും. സ്വർണ്ണക്കട്ടികളുടെ വിവരമറിയാതെ ഒന്നിനെയും ഞാൻ വിടില്ല. എന്തോന്ന് ആടി ആന്റപ്പാ? കർത്താവേ, ഇത് എന്നെ ആടിയാ? പതുക്കടി. ചുമ്മാതല്ല തന്നെ അക്കച്ചി ആന്റപ്പൻ എന്ന് വിളിക്കുന്നത്. ആ പിടി. അയ്യോ പാവം, ശങ്കുണി ചേട്ടൻ കുഴഞ്ഞു. കണ്ണി ചോരയില്ലാതെ പറയുന്ന പറച്ചില് കേട്ടില്ലേ? പിന്നെ ഞാൻ എന്തോ വേണം? 12 അടി അടി. അയ്യോ, പെണ്ണുങ്ങളാണോ കാറ്റടിക്കുന്നത്? അക്കച്ചി ആന്റപ്പാ. അക്കച്ചി ആന്റപ്പനെ നിന്റെ മറ്റാ വല്ലരുവാ. ശങ്കുണി ചേട്ടൻ പറഞ്ഞത് ശരിയാ. ആന്റപ്പൻ എന്തിനാ ആണുങ്ങളെ കാണുമ്പോ മാറുമറിക്കുന്നേ? നീ എന്തിനാ ആണുങ്ങളെ കാണുമ്പോ മറക്കുന്ന? പിടി. പിടിച്ചോ. ഇത്തവണ വന്നിട്ട് സൈമൺ എന്തോ ഒരു മാറ്റം. ഏയ്, എനിക്കൊരു മാറ്റവും ഇല്ല. മാറ്റം സൂസനാണ്. മുഖത്ത് എന്തോ ഒരു വല്ലായ്മ, ഒരു ഭീതി. കപ്പലിലെ സംഭവവാസങ്ങളെ കുറിച്ചുള്ള ചിന്തയാണ്. കപ്പലിലെ കാര്യങ്ങൾ കപ്പലിൽ പോകുമ്പോ മതി, ഇപ്പൊ കരയ്ക്കല്ലേ. സൂസൻ, ഒന്ന് സന്തോഷായിരിക്കുന്നേ. ഈ ജീവിതം മുഴുവനും നമ്മൾ സന്തോഷിക്കാൻ പോവാണ്. പിന്നെ ഇപ്പോഴെന്താ ഇങ്ങനെ കരിന്തേൽ കുത്തിയ പോലെ? ഓ, ഈ നിരാശ നടുവീർപ്പം കാണാനല്ല. ആ, വീട്ടിലെ പ്രശ്നം ഇടമരായി. വീട്ടിൽ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് കല്യാണം നടത്തിയാൽ മതി. എന്നാ പിന്നെ നമ്മൾ ഇത്ര പ്രയാസപ്പെട്ടിങ്ങനെ ഔട്ട്ഡോർ പരിപാടി വെക്കേണ്ടിയില്ലായിരുന്നു. തൽക്കാലം ഇങ്ങനെയൊക്കെ മതി. ഇൻഡോർ എല്ലാം ആഫ്റ്റർ മാരേജ്. അതുവരെ അതിരിക്കട്ടെ. എന്നാ വീട്ടിലേക്ക് വരുന്നത്? അതും കല്യാണം കഴിച്ചിട്ട് പോരെ. പിന്നെ എന്റെ സ്വഭാവം അറിയാലോ. നാളെ തന്നെ വരണം. ഇത് ഒരു അഡ്വാൻസ്, ബാക്കി കല്യാണം കഴിഞ്ഞിട്ട്.